സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ? പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ? റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്കിത് ത്രില്ലാണ്. ഗുഡ്. ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി? 6 മാസം. ഓഹോ, അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ? അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ. ഇവിടുത്തെ സെല്ലുകളെല്ലാം ഒഴിഞ്ഞെടുക്കുകയാണല്ലോ. ഏയ്, ഹൗസ്ഫുൾ. പകലെല്ലാം തടവുകാർ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. നെയ്ത്ത്, പാറ പൊട്ടിക്കൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. തൊഴിൽ സമരങ്ങളില്ല, തുച്ഛമായ കൂലി. നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ. ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ? ഓ, അതല്ലല്ലോ പ്രധാന കാര്യം. വരൂ. അതാണ് കണ്ടംപ്റ്റ് സെൽ. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം. അത് മാത്രം ഹൗസ്ഫുൾ അല്ല, ആകെ 5 പേരേ ഉള്ളൂ. ആ, ഇനി നമുക്ക് ഗാലോസ് കാണാം. വരൂ. ഇതാണ് തൂക്കുമേട. ഇവിടെ തൂക്കുകയറ് കാണുന്നില്ലല്ലോ. സ്ഥിരമായി അങ്ങനെ ഒരു കയർ ഉണ്ടാവാറില്ല. തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ്. തൂക്കിക്കൊല്ലേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും. മുഖം കറുത്ത തുണി കൊണ്ട് മൂടും. എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും. കുരുക്ക് മുറുകി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്. അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് പോകും. ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ആരാച്ചാർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട്. ഈയിടയ്ക്കാണൊന്ന് പുതുക്കിയത്. പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല. ഈ വരുന്ന 21-ാം തീയതിയാണ് ഉദ്ഘാടനം. ഉദ്ഘാടകൻ ആരാണെന്ന് അറിയാമോ? രവിവർമ്മ. ഇന്ന് തന്നെ 5 പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ആദ്യം രവിവർമ്മയെ തന്നെ ആവാം. എന്താ? ആ കണ്ടംപ്റ്റ് സെല്ലിലെ രവിവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പത്രക്കാരൊന്നും പറയണ്ട. യെസ് സർ. പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും. വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവുമൊക്കെ ആയിട്ടും ഇന്നേ വരെ അയാളെ കാണാൻ ബന്ധുക്കളാരും വന്നിട്ടില്ല. ഇപ്പൊ വന്നത് വീട്ടുകാരാരെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് മടി കൂടാതെ ഓടി വരും. ആ, വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യൂ. 10 മിനിറ്റുള്ളിലെത്തും. ആ, നിൽക്കൂ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് അല്ല, ഇറ്റ് ഈസ് എൻ ഓർഡർ. രവിവർമ്മയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. പക്ഷെ അതൊരു ന്യൂസ് ആക്കരുത്. എന്ത് പറ്റി സർ? തടവ് പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം. പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരെ. തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ ഒക്കുമോ? ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി. വാർഡർമാർ പിടിച്ചു. ഇപ്പൊ സുഖമായി. 5-6 ദിവസം ചികിത്സയിലായിരുന്നു. ആ, അങ്ങോട്ട് പോയിക്കോളൂ.
രവിവർമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കാണാമെന്നാണോ? ആരാ? മനസ്സിലായില്ല. ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളാരും എനിക്കില്ല. മേഴ്സിയുടെ ആരെങ്കിലും ആണോ? അല്ല, പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. പത്രക്കാരാണല്ലേ? എനിക്കൊന്നും പറയാനില്ല. നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് മേഴ്സിയെ കൊന്നത്? എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയൂ, എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന്. പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞു തരാം. അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കൊക്കെ മതി. കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ? ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു. പാവപ്പെട്ടവളായിരുന്നുവെങ്കിലും വിദ്യാസമ്പന്നയും സുന്ദരിയുമായിരുന്നു മേഴ്സി. കേൾക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്ത കഥയിലെ നായികയാണ് മേഴ്സി. നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു. നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായ മേഴ്സിയെ ധനികനും വർമാസ് അഡ്വർടൈസ്മെന്റ് കമ്പനി ഉടമയുമായ രവിവർമ്മ ആദ്യമായി കണ്ടുമുട്ടുന്നത്. മേഴ്സി, നിന്നെ പരിചയപ്പെടാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇത് മിസ്റ്റർ വർമ്മ, രവി വർമ്മ, പ്രൊപ്പറേറ്റർ വർമാസ് അഡ്വർടൈസിംഗ് കമ്പനി. കൺഗ്രാറ്റുലേഷൻസ് മിസ്. മേഴ്സി. മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. നമ്മുടെ ക്ലബിന്റെ വെൽവിഷറാ. മീറ്റിങ്ങിനൊന്നും പുള്ളിയെ കിട്ടില്ല. ചോദിക്കുമ്പോ മറന്നുപോയെന്ന് പറയും. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഇനി ഈ പേര് ഞാൻ മറക്കില്ല, ഈ രൂപവും. നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും. കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല, നർത്തകിയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എസ്പെഷ്യലി യുവർ ഫിഗർ. താങ്ക് യു സർ. ഞാൻ പോട്ടെ. നിൽക്കൂ. ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട്. ഐ മീൻ, എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ. പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോകുന്നത്. മേഴ്സി എന്ന് പറയുന്നു. ക്ഷമിക്കണം, അത്തരം ജോലിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം 2 ദിവസം കൊണ്ടുണ്ടാക്കാം. പിന്നെ പേര്, പ്രശസ്തി. സോറി സർ, ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ താല്പര്യമില്ല. ഓക്കെ, മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം. മേഴ്സി ആലോചിക്കും. മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്നു മുതൽ ഞാൻ സ്വപ്നം കാണും. അതിന് വിരോധമില്ലല്ലോ. സീ യു. ഗുഡ് നൈറ്റ്.
ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്നറിയില്ല. ഗുഡ് ഈവനിങ് മേഴ്സി. ഗുഡ് ഈവനിങ്. ഇന്ന് 22-ാം തീയതിയാണ്. 15-7 22. നിങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര മറവിക്കാരനാണെന്ന്. അതെന്നെ അറിയാത്തതുകൊണ്ടാണ്. ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഓർമ്മിച്ചു വയ്ക്കും. നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ചയായി. മേഴ്സി എന്നെ നിരാശപ്പെടുത്തില്ലല്ലോ? ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ സാർ, എനിക്കിതിൽ താല്പര്യമില്ലെന്ന്. താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ടൈപ്പിസ്റ്റിന്റെ ജോലിയാണല്ലേ മേഴ്സിക്ക്? അതെ. എത്ര രൂപ ശമ്പളം കിട്ടും? 650. 650. 10-200 രൂപയെങ്കിലും ഹോസ്റ്റലിൽ കൊടുക്കണം. പോയിട്ട് പിന്നെ 450. അത് വീട്ടിലേക്ക്. എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും. പക്ഷേ ഈ ജോലി പോയാലോ? എന്റെ നാക്ക് കരുനാക്കാണെന്നാണ് എല്ലാരും പറയാറ്. ഏതായാലും പറഞ്ഞ പോലെ ഇനി തിരിച്ചറിയാൻ പോകും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സി വിഷമിക്കരുത്. എന്റെ അഡ്രസ്, ഫോൺ നമ്പറും ഉണ്ട്. എന്തിനാ നിന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടത്? എനിക്കൊന്നും അറിയില്ല സുമേ. വൈകുന്നേരം മാനേജർ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന്. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മേഴ്സി, നിനക്കാ. ഹലോ. സന്തോഷം കൊണ്ട് ചിരിക്കുന്നതല്ല കേട്ടോ. വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. എന്റെ കരുനാക്കിന് ഒരു രക്തസാക്ഷി കൂടി. ഐ എം സോറി കേട്ടോ. പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി. ഐശ്വര്യമുള്ള ആരുടെയെങ്കിലും പടമെടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ. മേഴ്സി എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ മേഴ്സി. ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം. ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല ടെമ്പററി ജോലിയും കിട്ടിയേക്കും. ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ സുമേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം. അതിനുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട്. അതൊക്കെ എത്ര കാലത്തേക്ക് നടക്കും? സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ, പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 സഹോദരങ്ങൾ, എന്റെ വരുമാനം കൂടി ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, അവിടെ പോയി എല്ലാവരും കൂടി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ മോഡലിംഗ്.
മിസ്റ്റർ വർമ്മ, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല. ക്വൈറ്റ് നാച്ചുറലി. നോ നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. മറ്റു പരസ്യ കമ്പനിക്കാർ വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീരെ ഗതിമുട്ടുന്ന അവരൊരു പക്ഷേ. എന്നെ അവർ എന്ത് ചെയ്യാനാണ് സർ? എന്റെ അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ആർട്ടിസ്റ്റിക് ടാലന്റ്, മൈ ബ്രെയിൻ, മൈ ഹാർഡ് വർക്ക്, ഓഫ് കോഴ്സ്. പിന്നെ സാറിനെ പോലെയുള്ള വെൽവിഷേഴ്സിന്റെ സഹായമുണ്ട്. അത് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അത് മാത്രം പോരാ, യു ഷുഡ് ബി മോർ കെയർഫുൾ. മേഴ്സി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ മോഡൽ, ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും. അതിനൊരിക്കലും ഇടയാവരുത്. ഷീസ് ആൻ അസറ്റ് ഫോർ യുവർ ഫേം.